നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെർക്കളയിൽ ലീഗ് CPM സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഉപതെരഞ്ഞെടുപ്പിനിടയിൽ. കാഞ്ഞങ്ങാട്ടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ കവർച്ച. ഷട്ടർ കുത്തി തുറന്ന് 2.5 ലക്ഷം രൂപ കവർന്നു. നാട്ടുകാരുടെ വഴിമുട്ടിച്ച് വീണ്ടും വാട്ടർ അതോറിറ്റി. ബാവിക്കര മൊട്ടലിൽ പൈപ്പ് ലൈൻ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. കബഡി താരം സന്തോഷിന്റെ മരണം. പ്രതിയായ ഭാര്യയെ ജാമ്യത്തിൽ വിട്ടു. മഞ്ചേശ്വരത്തിന്റെ മനസ്സ് മാറിമറിയുമെന്ന പ്രതീക്ഷയോടെ ഇരുമുന്നണികളും BJPയും. വിശദമായ വാർത്തകളിലേക്ക്. ചെർക്കളയിൽ CPM ലീഗ് സംഘടനം. ഉപതെരഞ്ഞെടുപ്പിനിടയിലായിരുന്നു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. ചെർക്കളയിലെ അബ്ദുൽ ഖാദറടക്കം 5ഓളം ലീഗ് പ്രവർത്തകർക്കും 5ഓളം CPM പ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് അഴിഞ്ഞാടുകയായിരുന്നുവെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. അബ്ദുൽ ഖാദറിനെ വളഞ്ഞിട്ട് തല്ലിയതായും ആരോപണമുണ്ട്. ശരീരത്തിൽ ആകമാനം മുറിവുകളും പാടുകളും കാണാം. CPM പ്രവർത്തകരായ TMA കരീം, K രവീന്ദ്രൻ, A നാരായണൻ, അബ്ദുറഹ്മാൻ ധന്യവാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചെങ്കളയിലെ EK നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രവർത്തകർക്ക് നേരെ അഴിഞ്ഞാടിയ പോലീസ് ചെർക്കളയിലെ ആരാധനാലയങ്ങൾക്ക് നേരെ ഗ്രാനേഡ് പ്രയോഗിച്ചതായും പരാതിയുണ്ട്. ആരാധനാലയത്തിന്റെ അകത്തു പതിച്ച ഗ്രാനേഡുകൾ പിന്നീട് SP എത്തിയാണ് നീക്കം ചെയ്തത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് പോലീസ് മോശമായി പെരുമാറിയതായും വീഡിയോ പകർത്തുന്നത് തടയാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. പോലീസിന്റെ അഴിഞ്ഞാട്ടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട്ടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ കവർച്ച. ഷട്ടർ കുത്തി തുറന്ന് 2.5 ലക്ഷം രൂപ കവർന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ കവർച്ച. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കവർച്ച നടന്നത്. ഷട്ടർ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മേശവലിപ്പിൽ സൂക്ഷിച്ച 2.5 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധനങ്ങൾ പൂർണ്ണമായും വാരിവലിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി. സമീപത്തെ ഹോട്ടൽ ജീവനക്കാരാണ് ശനിയാഴ്ച രാവിലെ ഷട്ടർ പകുതി തുറന്ന നിലയിൽ കണ്ടത്. ഇവർ നൽകിയ വിവരമനുസരിച്ച് സൂപ്പർ മാർക്കറ്റ് മാനേജർ ദിനേശ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട്ടെ നയാബസാറിലാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ബാവിക്കരയിൽ റോഡ് തകർത്തുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തി. നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. MLAയുടെ സാന്നിധ്യത്തിൽ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന പമ്പ് ഹൗസിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനായി റോഡുകൾ മുറിച്ചു കീറി. JCB അടക്കമുള്ള വലിയ വാഹനങ്ങൾ പോകുന്നത് കാരണം റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് തകർന്നതോടെ ഓട്ടോറിക്ഷകൾക്ക് പോലും സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. റോഡ് നന്നാക്കാതെ ഇനി പ്രവൃത്തി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ ശനിയാഴ്ച MLAയുടെ സാന്നിധ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നാട്ടുകാരെ ചർച്ചയ്ക്ക് വിളിച്ചു. റോഡ് നന്നാക്കാൻ തങ്ങളുടെ പക്കൽ ഫണ്ടില്ലെന്നും മറ്റ് യാതൊരു വഴിയുമില്ലെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ഇനി പ്രശ്നം പരിഹാരമാകും വരെ ഇനി പ്രവൃത്തി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട MLA പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ റോഡ് നന്നാക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്ന് നാട്ടുകാരും പറയുന്നു. വാട്ടർ അതോറിറ്റി റോഡ് കൈയടക്കി വെച്ചതോടെ ഗതാഗത സൗകര്യം ഇല്ലാതായ ബാവിക്കര പ്രദേശത്തുകാർ കഴിഞ്ഞ തവണ ബാവിക്കരയിൽ നിന്നുള്ള കുടിവെള്ള പമ്പിംഗ് തടഞ്ഞിരുന്നു. കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ ഉദുമ, കാസർഗോഡ് MLAമാരും ജില്ലാ കളക്ടറും പ്രശ്നത്തിൽ ഇടപെട്ട് ഉടൻ പരിഹാരം കാണുമെന്നറിയിച്ചു. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ഈ സാഹചര്യം വീണ്ടും ആവർത്തിക്കരുതെന്ന കരുതലോടെയാണ് മൊട്ടൽ പ്രദേശത്തുകാർ സമരം ശക്തമാക്കുന്നത്. വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ നിൽക്കുന്ന MLA, മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് വെള്ളിപ്പാടി, AXC ഉഷ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവയ്ക്ക് പുറമെ നാട്ടുകാരെ പ്രതിനിധീകരിച്ച് മൊയ്തീൻ മൊട്ടൽ, മൊയ്തീൻ ചാപ്പ, ചന്ദ്രൻ അരമനപ്പടി, റഫീഖ് മൊട്ടൽ, സിദ്ദീഖ് മൊട്ടൽ, Y ആലിക്കുഞ്ഞ് എന്നിവർ സംബന്ധിച്ചു. ചെറുവത്തൂർ കാര്യങ്കോട്ടെ കബഡി താരം സന്തോഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഭാര്യയ്ക്ക് ജാമ്യം അനുവദിച്ചു. 2015 ഡിസംബർ 7-നാണ് സന്തോഷിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കബഡി താരം G സന്തോഷിന്റെ ഭാര്യ KV രഞ്ജുഷയെ പ്രേരണാകുറ്റത്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസമായി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു രഞ്ജുഷ. സന്തോഷിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് ആദ്യം കരുതിയിരുന്നെങ്കിലും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിനിടെ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു.
സന്തോഷിന്റെ ബന്ധുവും കോൺക്രീറ്റ് തൊഴിലാളിയുമായ മനോജാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത്. കഴുത്തിൽ കയർ മുറുക്കിയാണ് ഇയാൾ കൊല നടത്തിയത്. സംഭവം നടക്കുമ്പോൾ സന്തോഷിന്റെ അമ്മയുമൊത്ത് ആശുപത്രിയിലായിരുന്നു രഞ്ജുഷ. മദ്യപിച്ച് എന്നും അമ്മയെയും രഞ്ജുഷയെയും സന്തോഷ് ദ്രോഹിക്കാറുണ്ടെന്ന് പോലീസിൽ മൊഴി നൽകുക കൂടി ചെയ്തതോടെ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു. തുടർന്ന് മനോജിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത്. സന്തോഷിന്റെ ഭാര്യയുമായി മനോജിനുള്ള അടുപ്പവും കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമാണ്. സബ് ജയിലിൽ കഴിഞ്ഞിരുന്ന രഞ്ജുഷയ്ക്ക് 2 മാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 2015 ഡിസംബർ 7-നാണ് സന്തോഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP കാസർഗോഡ് ജില്ലയിലെ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർമാർക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിലായിരുന്നു ശില്പശാല. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി 110 പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായക് ഉദ്ഘാടനം ചെയ്തു. ದೇಶೀಯ ರಾಷ್ಟ್ರೀಯದಲ್ಲಿ ನಮಗೆ ಗೊತ್ತಿರುವ ಹಾಗೆ ನರೇಂದ್ರ ಮೋದಿ ಸರ್ಕಾರವು ಉತ್ತಮವಾದ ಜನಪ್ರದವಾದ ಕೆಲಸವನ್ನು ಮಾಡಿಕೊಂಡು 2 ವರ್ಷ ಪೂರ್ತಿಗೊಳಿಸುವ ಸಂದರ್ಭದಲ್ಲಿ ಯಾವ ರೀತಿ 2014 ಮೇ 16ರಂದು ಭಾರತೀಯ ಜನತಾ ಪಕ್ಷಕ್ಕೆ ದೇಶವನ್ನು ಆಳುವಂತಹ ಒಂದು ಅವಕಾಶವನ್ನು ಈ ದೇಶದ ಜನರು ಕೊಟ್ಟಿದ್ದಾರೋ ಅದೇ ರೀತಿ ಕೇರಳದಲ್ಲಿ ಕೂಡ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷಕ್ಕೆ ಒಂದು ಉತ್ತಮ ಜಯವನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ಬೇಕಾಗಿ ಈ 2016 ಮೇ ಚುನಾವಣೆಗೆ ಜನರು ನಮಗೆ ಅವಕಾಶ ಕೊಡ್ತಾರೆ ಅಂತ ಹೇಳೋದಕ್ಕೆ ಯಾವುದೇ ಸಂಶಯ ಇಲ್ಲ. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത വിഷയങ്ങളിൽ ഉത്തരമേഖലാ സംഘടനാ സെക്രട്ടറി കോവെ സുരേഷ് ബാബു ക്ലാസ് എടുത്തു. കാസർഗോഡ് ജില്ലയിലെ നിയോജക മണ്ഡലം മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർമാർക്കുള്ള ഏകദിന ശില്പശാലയാണ് ശനിയാഴ്ച നടന്നത്. ടൗൺ ബാങ്ക് ഹാളിലായിരുന്നു ശില്പശാല. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി രമേശ്, വേലായുധൻ, സംസ്ഥാന സമിതി മെമ്പർ സുരേഷ് കുമാർ ഷെട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. സമാപന പരിപാടിയിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം മംഗലാപുരം വിഭാഗ് ജനാർദ്ദന പ്രതാപ് നഗർ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം മാർച്ച് 6 മുതൽ 10 വരെ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ കലാപരിപാടികളും ഉണ്ടാകും. ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാർച്ച് 7-ന് തിങ്കളാഴ്ച വൈകുന്നേരം 4:30-ന് ഭജന, 6:30-ന് സന്ധ്യാദീപം, 8 മണിക്ക് പൂരക്കളി, 9:30-ന് ചലച്ചിത്ര പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് നയിക്കുന്ന ഗാനമേള എന്നിവയും നടക്കും. മാർച്ച് 8-ന് രാത്രി 9:30-ന് ഏഷ്യാനെറ്റ് വോഡഫോൺ ടീം അംഗങ്ങളായ വിനോദ് പൊന്നാനി, ജൂനിയർ കലാഭവൻ മണി, രഞ്ജു ചാലക്കുടി എന്നിവർ നയിക്കുന്ന കോമഡി ഷോയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 9-ാം തീയതി വൈകുന്നേരം മുതൽ തൊട്ടടുത്ത ദിവസം പുലർച്ചെ വരെ ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തും. മാർച്ച് 10-ാം തീയതി പുലർച്ചെയോടെ കൊടിയിറങ്ങി ഭണ്ഡാര വീട്ടിലേക്ക് തിരിച്ച് എഴുന്നള്ളുന്നതോടെ ഭരണി മഹോത്സവത്തിന് സമാപനമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭരണി മഹോത്സവം 6-ാം തീയതി രാത്രി 12:30 മണിക്ക് കൊടിയേറുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഭണ്ഡാര വീട്ടിൽ നിന്ന് എഴുന്നള്ളത്ത് ഏകദേശം ഒരു 12:30 മണിയോടുകൂടി കൊടിയേറ്റ് നടക്കും. തുടർന്ന് പിറ്റേന്ന് ഭൂതബലി ഉത്സവം, താലപ്പൊലി, ആയിരത്തിരിയാണ് കാഴ്ചവരവ് ഇതൊക്കെയുള്ള പ്രധാനപ്പെട്ട ദിവസം. 4 തിരുമുൽ കാഴ്ചകളാണ് ഇപ്രാവശ്യം സമർപ്പിക്കുന്നത്. രാത്രി 11 മണി മുതൽ രാത്രി 2:30 മണി വരെയാണ് കാഴ്ചകൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഓരോ കാഴ്ച സമർപ്പണത്തിന് ശേഷം അവരവരായിട്ട് വെടിക്കെട്ടും, അതിനുശേഷം ക്ഷേത്രം ദേവസ്വം വകയായിട്ടുള്ള വെടിക്കെട്ടും ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ, ടി കണ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ, PV അശോക് കുമാർ, ബാലകൃഷ്ണൻ കണ്ണംവയൽ, കൃഷ്ണൻ ചട്ടഞ്ചാൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിക് ദിനാർ MBA കോളേജിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് എപ്പിസ്മോ 2016 മാർച്ച് 8-ന് ആരംഭിക്കും. സീതാംകോളിയിലെ കോളേജ് ക്യാമ്പസിൽ എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഠനത്തിനുമപ്പുറം വിദ്യാർത്ഥികളിലുള്ള സർഗാത്മകത തെളിയിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ഫെസ്റ്റ്. വിവിധ കോളേജുകളിൽ നിന്നായി 250-ൽ പരം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. മാർച്ച് 8-ന് രാവിലെ 9 മണി മുതൽ പരിപാടിക്ക് തുടക്കമാവുമെന്ന് സംഘാടകർ അറിയിച്ചു. രാവിലെ മെഹന്തി, ക്വിസ്, പെയിന്റിംഗ്, ഫോട്ടോഗ്രാഫി, ട്രഷർ ഹണ്ട് എന്നീ മത്സര ഇനങ്ങളും ഉച്ചയ്ക്ക് ശേഷം മെയിൻ ഷോ, കോമഡി സ്കിറ്റ്, ഗ്രൂപ്പ് ഡാൻസ്, ഫാഷൻ ഷോ എന്നീ മത്സരങ്ങളും നടക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്.
രജിസ്ട്രേഷൻ രാവിലെ 8:30 മുതൽ കോളേജ് ഓഫീസിൽ വെച്ച് നടക്കും. സമാപന യോഗം മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. മാർച്ച് 8-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ചൻ്റെ അന്ന് ഞങ്ങൾ ഈ ഒരു നാഷണൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ നടക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് എപ്പിസ്റ്റിമോ 2016 എന്നാണ്. എപ്പിസ്റ്റിമോ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്പ്രെഡിങ് നോളേജ്, വിദ്യാർത്ഥികൾക്ക് നോളേജ് കൂടുതലായി ലഭിക്കാനുള്ള ഒരു ഇത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് ലെവലിൽ മാത്രം പഠിത്തം മാത്രം ഉണ്ടായാൽ പോരാ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ അവരുടെ സർഗാത്മകത തെളിയിക്കാനുള്ള ഇത് മത്സര ഇനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു 9 മത്സരങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 250 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരു ഇനമാണ് ഇത്. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ അശ്വിൻ കൊറിയ, ഷഹ്സൂർ, നദീം, ജാഫർ സാദിഖ്, അഷ്ഫാഖ്, സൻഫർ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ഞമ്പൊതി കുന്നിനെ അറിയാൻ കൊടക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികൾ എത്തി. കുന്നിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം പഠിക്കാനായിരുന്നു കുട്ടികൾ എത്തിയത്. ഐതിഹ്യത്താലും പാരിസ്ഥിതിക പ്രാധാന്യത്താലും അറിയപ്പെടുന്ന മഞ്ഞമ്പതി കുന്നിനെ അറിയാൻ കൊടക്കാട് കേളപ്പജി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെത്തി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ മഞ്ഞമ്പതി കുന്നിലെത്തിയത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെയും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെയും കുട്ടികളിൽ സാമൂഹ്യ ബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എല്ലാ വർഷവും നടത്തി വരാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ മഞ്ഞമ്പതി കുന്നും അതുപോലെ അനാഥത്വം കൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതായ ആനന്ദഭവനത്തിലേക്കും ഈ നമ്മുടെ പൈതൃകത്തെയും അതുപോലെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെയും കുട്ടികളിലേക്ക് എത്തുകയും സാമൂഹ്യ ബോധത്തെക്കുറിച്ച് കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മഞ്ഞമ്പൊതി കുന്ന് വികസന സമിതി അംഗങ്ങൾ കുട്ടികളെ സ്വീകരിക്കാനെത്തി. കുന്നിൻ്റെ നെറുകയിലെത്തിയ കുട്ടികൾ മന്ദാരം, അശോകം തുടങ്ങിയ വൃക്ഷത്തൈകൾ ഇവിടെ വെച്ചുപിടിപ്പിക്കുകയുണ്ടായി. മഞ്ഞമ്പൊതി കുന്ന് വികസന സമിതി അംഗങ്ങളായ രവീന്ദ്രൻ, രാധാകൃഷ്ണൻ, സുകുമാരൻ പിരിച്ചൂർ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC അധ്യാപകരായ T കാഞ്ചന, T പത്മനാഭൻ, PT തമ്പാൻ എന്നിവർ നേതൃത്വമേകി. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ വീട്ടിൽ നിന്നും സ്വർണം കവർച്ച ചെയ്ത പ്രതികളെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി. ഇതുവരെയും പ്രതികളെക്കുറിച്ച് യാതൊരുവിധ സൂചനകളും ലഭ്യമായിട്ടില്ലെന്ന് പോലീസ്. തെക്കേ തൃക്കരിപ്പൂർ ഇളമ്പച്ചി മണക്കാട്ട് ക്ഷേത്ര പരിസരത്തെ TV സുധികുമാറിന്റെ വീട്ടിൽ നിന്ന് 32 പവനും 2 ഡയമണ്ട് നെക്ലസുമാണ് കവർച്ച ചെയ്തത്. കവർച്ച ചെയ്ത വീടിന്റെ പരിസരങ്ങളിൽ ജോലി ചെയ്തിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കവർച്ച നടന്ന സ്ഥലത്തെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നീലേശ്വരം CI ധനഞ്ജയ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സ്വർണം തിളക്കം കൂട്ടാൻ എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ തൃക്കരിപ്പൂർ ഭാഗത്ത് വ്യാപകമായിട്ടുണ്ട്. പയ്യന്നൂരിലെ ജ്വല്ലറികളിൽ ആഭരണം നിർമ്മിച്ച് നൽകുന്നവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും അന്യഭാഷാ തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പകൽ സമയത്ത് പ്ലാസ്റ്റിക്, ഇരുമ്പ് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന എത്തുന്ന ചിലരെയും പോലീസ് സംശയിക്കുന്നുണ്ട്. അടുത്തിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്വർണ്ണ കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കവർച്ച നടക്കുമ്പോൾ സുധികുമാറും കുടുംബവും പുറത്തായിരുന്നു. വീടിനെക്കുറിച്ച് ശരിയായ ധാരണയുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് കരുതുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. മഞ്ചേശ്വരം മാറിമറിയുമോ? പോരാട്ട വീര്യത്തിൽ തുളുനാടൻ മണ്ണ്. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇരുമുന്നണികളും BJPയും. ഇരുമുന്നണികളെയും മാറി മാറി വിജയിപ്പിച്ച പാരമ്പര്യമുള്ള മണ്ണാണ് മഞ്ചേശ്വരം. 1957 കർണാടക സംഘം എന്ന ബാനറിൽ മത്സരിച്ച M ഉമേഷ് റാവു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 1960 കാലിക മഹാബല ഭണ്ഡാരിയാണ് IND ബാനറിൽ മത്സര രംഗത്തിറങ്ങിയത്. CPIയിലെ കാമപ്പ മാസ്റ്ററെ അദ്ദേഹം തോൽപ്പിച്ചു. 1965 മഹാബല ഭണ്ഡാരി വീണ്ടും കേരള നിയമസഭയിലേക്ക് ജയിച്ചു കയറി. ഇത്തവണ CPMയിലെ കരുത്തനായ M രാമണ്ണ റായിയാണ് തോൽപ്പിച്ചത്. 1967 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മഹാബല ഭണ്ഡാരി തന്നെയായിരുന്നു വിജയി. എതിരാളിയായ രാമണ്ണ റായിയുടെ തോൽവി 18,690 വോട്ടുകൾക്കായിരുന്നു. എന്നാൽ 1970 ചിത്രം മാറി.
ഇടതുമുന്നണിയുടെ CPI സ്ഥാനാർത്ഥി M രാമപ്പ UP കുനിക്കുലയെ തോൽപ്പിച്ചു. 1977 രാമപ്പ വീണ്ടും ജയിച്ചു കയറി. BLD-യിലെ ശങ്കർ ആഴ്വ 21,100 വോട്ടുകൾക്കാണ് അടിയറവ് പറഞ്ഞത്. 1980 ഡോക്ടർ സുബ്ബറാവു ഇടതു സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയപ്പോൾ UDF മുസ്ലിം ലീഗിലെ ചെറുക്കളം അബ്ദുള്ളയെയാണ് രംഗത്തിറക്കിയത്. ഇവിടെ ചെറുക്കളം സുബ്ബറാവുവിനോട് തോറ്റു. 1982 സുബ്ബറാവു വീണ്ടും ജയിച്ചു. കോൺഗ്രസിലെ രാമകൃഷ്ണനെയാണ് തോൽപ്പിച്ചത്. 1987 ചെറുക്കളം അബ്ദുള്ളയിലൂടെ UDF മഞ്ചേശ്വരം മണ്ഡലം പിടിച്ചടക്കി. മുഖ്യ എതിരാളി BJP-യിലെ ശങ്കർ ആഴ്വയാണ് തോറ്റത്. പിന്നീട് 1991 96 2001 ചെറുക്കളം തന്നെയായിരുന്നു വിജയിച്ചത്. BJP-യിലെ KG മാരാർ, CK പത്മനാഭൻ, V ബാലകൃഷ്ണ ഷെട്ടി എന്നിവരെയാണ് തോൽപ്പിച്ചത്. എന്നാൽ 2006 ചെറുക്കളം അബ്ദുള്ളയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ട് LDF സീറ്റ് പിടിച്ചടക്കി. CPM-ലെ CH കുഞ്ഞമ്പു അട്ടിമറി വിജയം നേടിയപ്പോൾ BJP-യിലെ M നാരായണ ഭട്ടായിരുന്നു 2ാം സ്ഥാനത്ത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ കഠിന പ്രയത്നം നടത്തിയ UDF 2011 രംഗത്തിറക്കിയത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PB അബ്ദുൾ റസാഖിനെയായിരുന്നു. സിറ്റിംഗ് MLA CH കുഞ്ഞമ്പുവിനെ 4000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ച് PB അബ്ദുൾ റസാഖ് സീറ്റ് പിടിച്ചെടുത്തു. UDF ഒരിക്കലും ഇങ്ങനെ കാല് പെതറിപ്പോയി എന്നല്ലാതെ UDF-ന്റെ ഉറച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം നിയോജകമണ്ഡലം. അത് എല്ലാ മേഖലയെടുത്ത് പരിശോധിച്ചാലും UDF-ന്റെ സ്വന്തം മണ്ഡലമായിട്ടാണ്. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം സാധാരണ ഒരു 10-30 വർഷം ഇങ്ങോട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംസാരമാണ് ഞങ്ങൾ അക്കൗണ്ട് തുറക്കും മഞ്ചേശ്വരത്ത് എന്നുള്ളത്. പക്ഷേ ഇത്തവണ 5828 വോട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിജയിച്ചത്. ഇത്തവണ ഏകദേശം ഒരു 15,000-ൽ കൂടുതൽ വോട്ടിന് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളത്. ത്രികോണ മത്സരത്തിൽ BJP രംഗത്തിറക്കിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനെയായിരുന്നു. ഇത്തവണ മഞ്ചേശ്വരത്തിലൂടെ കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുവാൻ കഠിന പ്രയത്നം നടത്തുന്ന BJP ഒരിക്കൽ കൂടി K സുരേന്ദ്രനെ തന്നെയാണ് രംഗത്തിറക്കുന്നത്. BJP ഇത്തവണ മഞ്ചേശ്വരവും കാസർഗോഡ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ജയിക്കും. BJP സംസ്ഥാനം ഭരണത്തിലെത്താൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയുടെ സംഭാവന ഉണ്ടാകും എന്നുള്ളതാണ് BJP-യുടെ പ്രതീക്ഷ. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിൽ നിലനിൽക്കുന്നത്. അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് BJP മുന്നേറും എന്നുള്ളതാണ്. BJP അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണവും തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും അതിർത്തി ഗ്രാമം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി മാറും. ഭരണകൂട ഭീകരതയ്ക്കും മനുഷ്യാവകാശ ലംഘനത്തിനുമെതിരെ നീലേശ്വരത്ത് യുവജന സംഘടനകളുടെ യൂത്ത് അലേർട്ട്. AISF, AIYF ജില്ലാ കമ്മിറ്റികൾ നേതൃത്വം നൽകി. കനയ്യകുമാറിനെ കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യവും ഉയർന്നു. കനയ്യകുമാറിനെ കുറ്റവിമുക്തനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച യൂത്ത് അലർട്ട് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കനയ്യകുമാറിന്റെ അമ്മ ഒരു അംഗൻവാടി ടീച്ചറാണ്. 3000 രൂപ ശമ്പളം പറ്റുന്ന അംഗൻവാടി ടീച്ചറാണെങ്കിലും ഭർത്താവ് സുഖമില്ലാതെ തറഞ്ഞുകിടപ്പാണെങ്കിലും മക്കളെ ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസം നേടാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആ അമ്മ വളരെ കഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള വളരെ പ്രയാസപ്പെട്ട് വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് സഖാവ് കനയ്യകുമാർ. ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സഖാവിന്റെ ആ യൂണിവേഴ്സിറ്റിയിലെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളും വിദ്യാർത്ഥി സമൂഹത്തോട് AISF-ഉം കനയ്യകുമാറും കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സമീപനങ്ങളും എല്ലാം വെച്ച് സഖാവ് കനയ്യകുമാർ JNU-വിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അത് RSS-കാർക്ക് ABVP-കാർക്ക് ദഹിക്കുന്നതല്ല. AIYF ജില്ലാ പ്രസിഡന്റ് മുകേഷ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. M അസിനാർ, P വിജയകുമാർ, അഡ്വക്കേറ്റ് V സുരേഷ് ബാബു, അനിത രാജീവർ എന്നിവർ സംസാരിച്ചു. വിപിൻ വടക്കിനിയിൽ പ്രതിഷേധ ചിത്രരചന നടത്തി. ഷിംജിത്ത് നാരായണനും സംഘവും നാടൻ പാട്ടൊരുമയും അവതരിപ്പിച്ചു. തുമ്മിനാട് ബ്രഹ്മശ്രീ മുഗേര മഹാകാളി ദേവസ്ഥാന ഉത്സവത്തിന് കൊടികയറി. മാർച്ച് 7-ന് ഉത്സവം സമാപിക്കും. വർഷം തോറും നടത്തിവരാറുള്ള ഉത്സവത്തിനാണ് കുഞ്ചത്തൂർ തൂമിനാട്ടിൽ തുടക്കമായത്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ക്ഷേത്രതന്ത്രി K മരിഭട്ടിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ ധനഹോമം, ദുർഗാപൂജ, മഹാപൂജ, തുറന്ന് പ്രസാദ വിതരണം തുടങ്ങിയ ചടങ്ങുകളും നടന്നു. ശനിയാഴ്ച രാത്രി കൊടമണ്ടായ നിയമം, കാളിയമ്മ പ്രദർശനം, പഞ്ചുരുളി നിയമം,
എന്നിവയുടെ പുറപ്പാടുകൾ നടന്നു. ഭക്തർക്ക് ദേവിയുടെ പ്രസാദമായ അന്നദാനവും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രനടയിൽ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 7 തിങ്കളാഴ്ച ഉത്സവം സമാപിക്കും. സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 7ാം തരം ഇൻസ്ട്രക്ടർമാർക്കുള്ള 2ാം ഘട്ട ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഹാളിലാണ് പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 7ാം തരം ഇൻസ്ട്രക്ടർമാർക്കുള്ള ട്രെയിനിംഗ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇവിടെ ടീച്ചർമാരാണ്, പഠിപ്പിക്കേണ്ടവരാണ്, നിങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും 7ാം തരത്തിലുള്ള 2ാം ഘട്ട പരിശീലനമാണ് നമ്മുടെ പ്രദേശത്തെല്ലാം എഴുതുമെല്ലാം അങ്ങനത്തെ ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾ കണ്ടെത്താനും കണ്ടെത്തിക്കൊണ്ട് അവരെല്ലാം അഭ്യസിക്ക് വേണ്ടിയിട്ടാണ് 7ാം ഘട്ടത്തിലേക്കുള്ള കാഴ്ചവെടുപ്പാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ വീഡിയോ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ നേരത്തെ രാഘുമാഷ് പറഞ്ഞ മാതിരി തുടക്കം സംബന്ധിച്ചോട് പറയാനുള്ളത് നമ്മുടെ എല്ലാ പ്രദേശത്തേക്കത്ത് ഒട്ടനവധി ഇനിയും ആളുകളെ സംബന്ധിച്ചോടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ അധ്യക്ഷയായി. ചന്ദ്രിക കെ, വി സുരേഷ് കുമാർ, മേരിക്കുട്ടി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷം. KSU പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SFI പ്രവർത്തകരാണ് KSU പ്രവർത്തകരെ ആക്രമിച്ചതെന്ന് KSU നേതാക്കൾ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധം നടത്തി. പ്രതിഷേധ പ്രകടനത്തിന് KSU ജില്ലാ സെക്രട്ടറി നോയൽ ടോമിൻ ജോസഫ്, രഞ്ജിൽ, ശ്രീരാജ്, രാഹുൽ, നന്ദകിഷോർ തുടങ്ങിയവർ നേതൃത്വമേകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർക്കളയിൽ ലീഗ് CPM സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഉപതെരഞ്ഞെടുപ്പിനിടയിൽ. കാഞ്ഞങ്ങാട്ടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വൻ കവർച്ച. ഷട്ടർ കുത്തി തുറന്ന് 2.5 ലക്ഷം രൂപ കവർന്നു. നാട്ടുകാരുടെ വഴിമുട്ടിച്ച് വീണ്ടും വാട്ടർ അതോറിറ്റി. ബാവിക്കര മൊട്ടലിൽ പൈപ്പ് ലൈൻ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. കബഡി താരം സന്തോഷിന്റെ മരണം. പ്രതിയായ ഭാര്യയെ ജാമ്യത്തിൽ വിട്ടു. മഞ്ചേശ്വരത്തിന്റെ മനസ്സ് മാറിമറിയുമെന്ന പ്രതീക്ഷയോടെ ഇരുമുന്നണികളും BJPയും. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.